ഇത് മുള്ളുമുരുക്കാണ്. ഒക്കെ കഴിക്കാം, എല്ലാം കഴിക്കാൻ പറ്റും. വേറൊരു ഐറ്റം നായ്ക്കരന്റെ പൂവാണത്. വേറെ ഒരു ഐറ്റം എന്താ സുഹൃത്തുക്കളെ, ഇത് സുരേഷ് മേപ്പാടി. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തനായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പച്ചക്ക് ജീവികളൊക്കെ കഴിക്കാൻ കഴിയുന്ന ആ ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന് നമ്മളെ ഈ പഴമൂല എന്ന സ്ഥലത്ത് ഈ ചുണ്ടയിൽ നിന്ന് വരുമ്പോൾ 7 കിലോമീറ്റർ, മൈസൂർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൽപ്പറ്റയിൽ നിന്ന് കാപ്പംകൊല്ലി വന്ന് അവിടുന്ന് ഒരു 500 മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുക. പ്രകൃതി അതിമനോഹരമായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇന്ന് സുരേഷ് മേപ്പാടി ഞങ്ങളും കൂടി ഒരു യാത്ര പോവാണ്. അതിന്റെ എൻട്രാണ് ഇത്. ഈ എൻട്രിൽ നിന്നാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. സുരേഷ് മേപ്പാടി അഭിപ്രായം പറയും. ഇത് ചെമ്പറിന്റെ അടിവാരത്തിലാണ് ഉള്ളത്. ചെമ്പറയ്ക്ക് കറങ്ങി പോകേണ്ട ഇതിലൊരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിലാണ് ഈ സംഗതി ഉള്ളത്. അപ്പോൾ ഇത് ഭയങ്കര അത്ഭുതമാണ്. എന്താ പറയാ, ഞാൻ ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല. അത്രയും അത്ഭുതമാണ്. നമ്മളെ നാട്ടിൽ തന്നെയാണ്. അറിയാത്തവർ വന്ന് കുളിക്കാൻ നോക്കും. നമുക്ക് അങ്ങോട്ട് പോയാലേ നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, ഇത് പ്രത്യേകം എന്താണെന്നറിയോ? പച്ചപ്പ് വിരിച്ച പ്രദേശമാണത് ചെമ്പ്രമല. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മലയാണ് ചെമ്പ്രമല. ആ ചെമ്പ്രമലയിലെ നേരെ താഴെ അടിവാരത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്ത് അട്ടക്കാട് എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ തേയില സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശമാണ്. ഇതെല്ലാം തന്നെ കാഴ്ചക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പ്രകൃതി ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രകൃതി മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയുന്നുള്ളൂ. ഇവിടെ നിങ്ങളെല്ലാരും ഇവിടെ വരിക, ഇത് കാണുക. ചെമ്പറിന്റെ മുകളിലൊരു പിന്നെ ഇതും ഉണ്ട് അല്ലേ, ഒരു ലവ് ആകൃതിയിലുള്ള ഒരു ചിഹ്ന ആകൃതിയിലുള്ള ഒരു കുളമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ താഴെയാണ് ഈ വെള്ളച്ചാട്ടം. അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇത്. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്. അതേമാതിരി ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഇഷ്ടംപോലെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. റിസോർട്ടിൽ ഇരുന്നാൽ തന്നെ ഈ മലന്റെ ഫുൾ എന്താ പറയാ, ഈ സീനറി മൊത്തം കാണാം. ഇത് പുഴമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത്. അത് തിരിയുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടത്തിൽ. ഇവിടെ തന്നെ ഒരുപാട് നല്ല സീനറികളുണ്ട്. ഒരുപാട് ഇവിടെ ഇറങ്ങി കുളിക്കുക ചെയ്യാം. ഇവിടെ കണ്ടോ, പോണ വഴിയിലേക്ക് പോണ വഴി തന്നെ ഭയങ്കര അതിമനോഹരമാണ്. കണ്ടോ, മീൻ പിടിക്കാം, അതേമാതിരി ഇറങ്ങി കുളിക്കാം. അതുണ്ടോ, കട്ടിങ് ആണ്. കയറി 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 ഇങ്ങനെ പോകും. ആ മല കണ്ടോ, ചെമ്പ്ര. താമസിക്കാൻ പറ്റിയ സ്ഥലമാണത്. ഒരുപാട് റിസോർട്ടുകൾ. അങ്ങനെ ആരും അറിയപ്പെടാതെ അല്ല, വളരെ ഒരുപാട് എന്താ പറയാ, ഞാൻ ചൈനയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ. അതേമാതിരി ഉണ്ട് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. വന്നാല് പഴമൂല എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൽ തിരിയുന്ന എൻട്രാണത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പഞ്ചായത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സർക്കാർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സർക്കാരിന് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു സംഭവം. അതുപോലെ തന്നെ അപകടങ്ങൾ വളരെ കുറവായിരിക്കും ഇവിടെ. മറ്റുള്ള വെള്ളച്ചാട്ടത്തിനെ അപേക്ഷിച്ച് നമുക്ക് സുഖമായിട്ട് അതിന്റെ അടിത്തട്ട് വരെ നമുക്ക് വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ പോയി കാണാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കുറച്ച് ഡെവലപ്പ് വരുത്താനുണ്ട്. അത് വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ നമുക്കിത് കഴിയും. ഇതൊരു 3 പുഴകളുടെ സംഗമമാണെന്ന് പറയാം അല്ലേ? 3 പുഴകളുടെ സംഗമമാണ്. ഇതന്നെ ഒരു ഭയങ്കര അതിമനോഹരം. ഇവിടെ ഒക്കെ കുളിക്കാനുള്ള ഭയങ്കര
ഇത് ഉണ്ട്. ആ അത് മാത്രമല്ല ഇവിടെ പ്രത്യേകത ഉണ്ടോ സംഗമം സുരേഷ്മേപ്പാടി വളരെ വലിയൊരു വ്യത്യാസം ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് വരുന്ന പുഴ ഒരു കളറ്, ഇവിടെ നിന്ന് വരുന്ന പുഴ മറ്റൊരു കളറ്. ഇത് എന്താ പറയാ വളരെ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ അത് കലക്കവെള്ളം. കലക്ക വെള്ളമാണ്. കലക്ക വെള്ളമല്ല, ആ വെള്ളം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് രാവിലെ നിങ്ങൾ വരികയാണെങ്കിൽ ഭയങ്കര മഞ്ഞുള്ള സ്ഥലമാണ്, ഭയങ്കര മഞ്ഞായിരിക്കും. കാശ്മീരിൽ പോയ മാതിരി ഒരു ആ മല ഉണ്ടല്ലോ, ആ മല ഇപ്പൊ കൂടെ മേലെ കിടക്കാണ്. അത് ഈ രാവിലെ ഇറങ്ങി കാണുമ്പോ ഭയങ്കര രസമാണ്. ചെമ്പ്ര പീക്കിന്റെ ഫുൾ ഒരു വാഹനം തന്നെ ഇവിടുന്ന് കാണാം കേട്ടോ. ഭയങ്കര അതിമനോഹരം പറഞ്ഞ അതിമനോഹരം. ഞാൻ ഇപ്പൊ ചൈനയിലെ അത് കണ്ടത്, ഞാൻ അടുത്ത് പോയപ്പോ അത്രയും ഭയങ്കര. അപ്പോ ഇവിടെ പോവാ. വെള്ളമാണ് കേട്ടോ, കുളം പോലെ. പോവാണ് മേലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. ശരിയാട്ടോ, ഞാൻ നോക്കട്ടെ കേട്ടോ. കണ്ടുമ്പോ തന്നെ അടുത്ത് പോകാനാ തോന്നുന്നു. അത് നമ്മൾ കുളിക്കാൻ പോവാ, ഒന്നും നോക്കുന്നില്ല. കണ്ടാല് കുളിക്കാണ്ട് പോകാൻ പറ്റില്ല. ഔഷധ വെള്ളച്ചാട്ടം. എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ അല്ലെങ്കിൽ ഞാൻ ചാടിയാലേ. നിങ്ങൾ ഊരി പോ. ഊരാൻ എന്തറിയോ, വേറെ ഡ്രസ് കൊണ്ടൊന്നുമില്ല. കണ്ടോ എന്താ സംഭവം അറിയാം. സാഷ്ടാംഗം പ്രണമിച്ചതാ. നല്ല വഴക്കുണ്ടല്ലേ. അതെ അതെ അതെ, അങ്ങനെ ഉണ്ട്. കണ്ടോ ഇതൊരു പുളി. സുരേഷ്മേപ്പാടി, ഇപ്പൊ ഇവിടുത്തെ പല സാധനം കഴിക്കുന്നതും പല ബ്ലോഗിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ എന്തൊക്കെയാണ്? വെള്ളച്ചാട്ടത്തിൽ വിഷമടക്കാനുള്ള സാധനമുണ്ട്, പുല്ലുണ്ട്. കരിമ്പൂരിന് ഒരു പുളി, കാട്ടുപുളിയാണത്. കാട്ടുപുളി പുളി. അത് നല്ല സാധനം, കാട്ടുപുളിയാണ്. കരിമ്പൂർണി. ഇത് മുള്ളുമുരുക്കാണ്. ഒക്കെ കഴിക്കാം, എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. ഇതാ എന്താ, ഇതാണ് മറ്റേ നായ്ക്കൊരന. വേറൊരു ഐറ്റം, നായ്ക്കൊരനന്റെ പൂവാണത്. വേറെ ഒരു ഐറ്റം. എന്താ അപ്പൊ വെള്ളച്ചാട്ടത്തില് വന്നാൽ എല്ലാവരും അനുകരിക്കരുത്, ഇത് പറ്റുന്നവർക്കേ പറ്റുള്ളൂ. അപ്പൊ സുരേഷ്മേപ്പാടി എന്ന് പറഞ്ഞ വ്യക്തി ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്തയും അതുപോലെ തന്നെ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അനുകരിക്കരുത് കേട്ടോ. പ്രകൃതി അതിമനോഹരമായ വെള്ളച്ചാട്ടം, കുറ്റാലത്തിലുള്ള വെള്ളച്ചാട്ടം പോലെ ഉണ്ട് ഇത്. അപ്പോ ഇത് മിസ് ചെയ്യണം.